കൂലി LC ആയിരിക്കും അല്ലേ? ഉറപ്പ്? അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പം മണി 3:30 ആയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ 6:30 കൂലിയുടെ ഷോ ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീൻ ഫീൽഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം. ഓക്കെ. ഇപ്പം മണി 4:30 ആയി. 6:30 ഷോ. നമ്മുടെ കഴക്കൂട്ടം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അകത്തുള്ള തിയേറ്ററിലാണ് ഷോ. ഇപ്പം മെഡിക്കൽ കോളേജിലെത്തുന്നത്. 2-3 പയ്യന്മാരെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചായ പിടിച്ച് വരുമ്പോഴത്തേക്കും ജ്യോതിഷൊക്കെ എത്തും. എന്നിട്ട് എൻ്റെ കാറിൽ പോവാം. കൂലി LC ആയിരിക്കും അല്ലേ? ഉറപ്പ്? LC കാണാല്ലേ? അല്ല, LC കാണാല്ലേ കൂലി? ആയിരിക്കൂല. ഉറപ്പ് എന്നാ? പറയാൻ പറ്റൂല അളിയാ. ഒരു ഇതും ഇല്ലാതെ 3 വർഷത്തിന് മുമ്പ് എടുത്ത ഒരു സ്റ്റില്ല് ഇന്ന് വിട്ട് സൂര്യയുടെ. ആര് വിട്ടെന്ന് ചോദിച്ചാ ആര് വിട്ടെന്ന് പറഞ്ഞോളൂ. പക്ഷെ സ്റ്റില്ല് ഇറങ്ങി ആയിരിക്കും അല്ലേ? പറയാ നീ പറഞ്ഞാ നീ മുഖം കാണിക്കണ്ട. അല്ലേ 100 പേർക്ക് അകത്തേ കാണുള്ളൂ. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. എന്തോന്ന് അങ്ങനെ സിനിമയ്ക്ക് വരണ്ട. അപ്പൊ എന്തായാലും സിനിമ കണ്ടിട്ട് പറയാം. ശുഭദിനം ഗൈസ്. നിങ്ങൾക്ക് ഈ പില്ലർ ഓർമ്മയുണ്ടോ? ഇവിടെ നിന്നാണ് ഗോട്ടിൽ വിജയ എടുത്ത് ചാടിയത്. ഈ പില്ലറിൽ നിന്ന് അപ്പുറത്തെ പില്ലറിലോട്ടത്. അയ്യോ, നമ്മുടെ തിയേറ്ററിൽ ആരുമില്ല ഗൈസ്. അല്ലെ പടം ഇപ്പം ജ്യോതിഷേ ടൈറ്റിൽ കാർഡ് തീരുന്ന മുമ്പ് ഇറങ്ങി വന്ന് എല്ലാം ഫുള്ള് തീർന്നിട്ട് പോയപ്പോരേ എന്തെങ്കിലും വീഡിയോ കേട്ടാലോ? ബ്രോ സിനിമ വെറും ക്ലിയർ കട്ട്. ഹൈപ്പ് കൊടുക്കാത്തോണ്ടുള്ള ഒരു കിട്ടില്ല സാധനം നമുക്ക് കിട്ടി അല്ലേ? വെറും ക്ലിയർ കട്ട് പടം കിട്ടില്ല. പടം കോടി അടിക്കാൻ വേണ്ടിട്ടേ ആവശ്യമില്ലാതെ ഉപേന്ദ്രയും അമീർ ഖാനെയും കൊണ്ടുവന്നു. അതിന്റെ ആവശ്യമില്ല. ഒരാവശ്യമില്ല. എ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ലായിരുന്നു. കൊള്ളാം. സ്റ്റാൻഡേർഡ് പടമായിട്ട് കൊള്ളാം. സ്റ്റാൻഡേർഡ് ആയി പോയത് നല്ലതല്ലേ? സത്യം. പടം മൊത്തത്തിൽ എനിക്ക് എങ്ങനെ കൊല്ലു അമീർക്ക വന്നിട്ട് അമീർക്ക വന്നിട്ട് എന്റെ അപ്പൂപ്പനെ കൊന്നല്ലേ? പുലി പോലെ ഒന്ന് പൂച്ചക്കുട്ടി അതെ, പുലി പോലെ ഒന്നും പൂച്ചക്കുട്ടിയെ കളക്ക് പോയി. നോർത്തിൽ പിടിക്കാൻ വേണ്ടി കണക്ഷൻ കൊണ്ടുവന്ന ആരും കൂടെ ഒന്നും കയറില്ല. ഉപേന്ദ്രൻ കർണാടക പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതേ ഉള്ളൂ. പറ്റി പിടിച്ചില്ല. അവളുടെ ഒരു അഭിനയം ഉണ്ടല്ലോ അവിടെ. അവന്റെ വൈഫ് എന്ന് പറഞ്ഞില്ലേ കൂടെ മറ്റേ സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ട് അവള് വീട്ടിലെ അഭിനയം അവിടെ മറ്റേ കെട്ടിയിട്ടെ ഒരു ഇതുണ്ടല്ലോ, സീനുണ്ടല്ലോ. സൗബിന്റെ ലവർ ഉണ്ടല്ലോ, ഭാര്യയായിട്ടില്ലെന്ന് തോന്നുന്നു. അവന്റെ ടേസ്റ്റ് ശൈലി ഒരു ഇങ്ങനെ വർക്കൗട്ടായില്ല. രജനാന്തിന് അത് വർക്കൗട്ടായില്ല. പിന്നെ ഒരു കാസ്റ്റിങ്ങും നാഗാർജുനയും സൗബിനും കറക്റ്റ്. പക്ഷേ ഉപേന്ദ്രയുടെ ഒരു ആവശ്യമില്ലായിരുന്നു. അല്ല, ഇതില് ദിലീപ് വന്നിരുന്നെങ്കിലാ? ദിലീപ് വന്നിരുന്നു നമ്മള് പറഞ്ഞേ സൗബിൻ പരിചയത്തിൽ നമ്മൾ പറഞ്ഞു പകത ഒന്ന് ചെമ്മാല്ല മതിയ റോള് ചെയ്യാത്തത്. നാഗാർജുന കൈ കൊണ്ട് അടി കൊണ്ട് ചത്ത് കൊറേ ദാ അടിച്ചു പറഞ്ഞു. പക്ഷെ അവനെ റോള് കൂടുതലും കിട്ടിയത് കേട്ടാ സൗബിനല്ലേ? അവനെ കിടില റോളോ. ഇതിന് ശേഷം ഇവന് ഇത് കിട്ടും, സിനിമ കിട്ടും തമിഴിൽ. കട്ടൊക്കെ നിക്കില്ല. ഞാനിതൊരു അരമണിക്കൂർ റോളോ അല്ലായിരിക്കും. പവർ റോസ് പാട്ട് അവിടെ ഫുൾ ഇടണായിരുന്നു. കുറച്ച് ഫൈറ്റ് സീനില്ല അങ്ങനെ എന്തെങ്കിലും
എൻഗേജിങ് ആയിട്ടിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഇതിന് വലിയ അങ്ങനല്ല, കൊള്ളൂലെന്നല്ല, പക്ഷെ എന്തോ ഒരു ഹൈപ്പ് അടിച്ചില്ല ആരും. ഹൈപ്പില്ല, പടം ഹൈപ്പില്ല, ഒരു ഹൈപ്പ് കിട്ടിയില്ല. ഹൈപ്പില്ലാത്ത കാണിക്കുന്ന നമ്മള് ഒരു മാസ്റ്റർ ലെവലിലൊക്കെ അങ്ങ് പോയി. അത് സ്റ്റാൻഡ് ലെവൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ, നമ്മൾ LC അല്ലാത്തോണ്ട് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കും. LC പടം ആയതുകൊണ്ട് അത്ര രീതിയിൽ വരും. ജയിലന്റെ അത്ര ഇല്ലല്ലേ, ഇതിലൊന്നും അത്രയൊന്നും ഇല്ല. അതിന്റെ തന്നെ മ്യൂസിയമും ചിലയിടത്തൊക്കെ ലാക്കിങ് ആയിരുന്നു. ഉപേന്ദ്രയുടെ പിന്നെ ആ പഴയ പടത്തുള്ള ഫൈറ്റ് അതും ശരിയായി. ഫൈറ്റ് കൊള്ളൂലല്ലേ? ഇതില് രജനീകാന്ത് തൃക്കണ്ണുണ്ട്, മൂന്നാമത്തെ കണ്ണുണ്ട്, ബാക്കിൽ കൂടെ പോണം, സൈഡിൽ കൂടെ പോണം, എല്ലാത്തിനും തൂക്കി പറക്കട്ടടിക്കും. നമുക്കറിയാം ആ സീനില് ഉപേന്ദ്രൻ ഇറങ്ങുന്നത് വെളിയിൽ. ഉപേന്ദ്രൻ അതിനകത്ത് കൂട്ടിക്കെട്ടിരിക്കണമെന്ന് പറയണില്ല. ഒറ്റയ്ക്ക് ഒരു റൂം കൊടുത്തു. സത്തം ബ്ലാക്ക് കോസ്റ്റ്യൂം ഇറങ്ങി ഷോ കിട്ടിരുന്ന റൂമിന്റെ സത്തം ഫോട്ടോ കൂടെ കേട്ടപ്പോഴത്തേക്ക് ചാടി കഴിച്ച് ചട്ടക്ക് ചാടി കഴിച്ച് മറ്റേ കല്യാൺ രാമല്ലേ ഇന്നസെന്റ് എണീക്കല്ലോ മദ്യം അടി സൗണ്ട് എന്താണ് ബസ് കൊല്ലോ കണ്ടത് കേട്ടോ. എന്തായാലും കൊള്ളാം. പക്ഷെ കറക്ഷൻ വിചാരിച്ച 1000 കോടി ഒന്നും കയറാൻ തോന്നുന്നു. 1000 കോടി കയറാനുള്ള ഇല്ലടേ. കഥ ഒരു രീതിയിൽ മനസ്സിലാവുള്ള നിനക്കാ ആദ്യം കഥയുടെ പോക്ക് ഇവർ എന്തൊക്കെയാണ് ചെയ്യണത്, എങ്ങോട്ട് സെക്കൻഡ് ടൈമിലും കഴിഞ്ഞ ശേഷം പിന്നെ പിടി കിട്ടിയത്.